ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. പാർവതി തുണികൾ മടക്കിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ജയയുടെ ആത്മാവ് വരികയാണ്. ജയയുടെ ആത്മാവിനെ കണ്ടയുടൻ പാറു പരിഭവം പറയുകയാണ്. എന്താ ജയെ, നീ എന്നെ ഒന്ന് കാണാൻ വരാത്തത്? ദേവമ്മയും ഇപ്പോൾ എന്നെ അങ്ങനെയൊന്നും കാണാൻ വരാറില്ല. പിന്നെ ഇന്നലെ ദേവമ്മ വിശാൽ സാറിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെന്നാ തോന്നുന്നത്. താരാട്ടുപാട്ടൊക്കെ പാടുന്നത് ഞാൻ കേട്ടിരുന്നെന്ന് പാറു പറയുമ്പോൾ ജയ പറയുകയാണ്, നീ പറഞ്ഞത് ശരിയാണ്. ഇന്നലെ ദേവമ്മ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ വിശാല് ദേവമ്മയെ കണ്ടില്ല. അയ്യോ, അപ്പോൾ വിശാൽ സാറ് കണ്ടില്ലേ എന്ന് പാറു ചോദിക്കുമ്പോൾ ജയ പറയുകയാണ്, അതിനുള്ള സമയം എത്തിയിട്ടില്ല. ഇത് കേൾക്കുന്ന പാറു വിഷമത്തോടെ നിൽക്കുകയാണ്. പിന്നെ ഞാനും ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അതെന്തിനായിരുന്നു എന്ന് പാറു ചോദിക്കുമ്പോൾ ജയ പറയുകയാണ്, അത് പിന്നെ ആ ജാസ്മിൻ നിന്നെയും വിശാലിനെയും വേർപിരിക്കാൻ വേണ്ടി ഒരു കുതന്ത്രം മെനഞ്ഞു. ജാസ്മിൻ്റെ ആ കുതന്ത്രം പൊളിക്കാൻ വേണ്ടിയാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നെ അവള് പ്രേതം പ്രേതം എന്ന് അലറിക്കരഞ്ഞ് ബോധം കെട്ട് വീണത് എന്നെ കണ്ടിട്ട് തന്നെയാ. അവൾ എന്താ ചെയ്തതെന്ന് പാറു ചോദിക്കുമ്പോൾ ജയ പറയുകയാണ്, അവള് പൗർണമി പൂജയുടെ പ്രസാദത്തിൽ ഉറക്കഗുളിക കലർത്തിയിട്ടുണ്ടായിരുന്നു വിശാലിന് നൽകാൻ വേണ്ടി. തുടർന്ന് ജാസ്മിന്റെ പദ്ധതിയെക്കുറിച്ചൊക്കെ ജയ പറയുമ്പോൾ ഇതെല്ലാം കേട്ട് ഞെട്ടലോട് നിൽക്കുകയാണ് പാറു. പിന്നീട് കാണിക്കുന്നത് തന്റെ ഫോൺ എടുക്കാനായി ജാസ്മിൻ വിശാലിന്റെ മുറിയിലേക്ക് പോകുമ്പോൾ അങ്ങോട്ടേക്ക് ദേഷ്യത്തോടെ പാറു വരികയാണ്. നീ എങ്ങോട്ടേക്കാ പോകുന്നത് എന്ന് പാറു ചോദിക്കുമ്പോൾ ജാസ്മിൻ പറയുകയാണ്, ഞാൻ എങ്ങോട്ടേക്കെങ്കിലും പോകും, നിനക്കെന്താ? ജാസ്മിൻ, നിന്റെ പണിയൊക്കെ നീ ഇവിടെ നിർത്തുന്നതാ നല്ലത്. നീ ഇന്നലെ രാത്രി ചെയ്ത കാര്യമെല്ലാം ഞാൻ അറിഞ്ഞു. വിശാൽ സാറിന്റെ പ്രസാദത്തിൽ മയക്കുഗുളിക കലർത്തിയിട്ട് നിനക്ക് എന്ത് കിട്ടാനായിരുന്നു? ഇത് കേൾക്കുന്ന ജാസ്മിൻ ഒരു ഞെട്ടലോടെ പാറുവിനെ നോക്കുമ്പോൾ പാറു പറയുകയാണ്, ഉദയനുരമ്മ മാത്രമല്ല ദേവമ്മയും എന്റെ കൂടെ ഉണ്ട്. ആ കാര്യം നീ മറക്കരുത്. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. അതിന് നീ എന്താ എന്നെ തല്ലുമോ എന്ന് ജാസ്മിൻ ചോദിക്കുമ്പോൾ ജാസ്മിനെ തല്ലാനായി കൈ ഓങ്ങുകയാണ് പാറു. ഇനി മേലിൽ നിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊന്നും ഉണ്ടാകരുതെന്ന് പറഞ്ഞ് പാറു അവിടെ നിന്ന് പോകുമ്പോൾ ജാസ്മിൻ എങ്ങനെയൊക്കെയോ വിശാലിന്റെ മുറിയിലേക്ക് കയറുകയാണ്. ഇന്നലെ രാത്രി ഇവിടെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. എന്ത് സംഭവിച്ചാലും എന്റെ ഫോൺ ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് എല്ലാം റെക്കോർഡ് ചെയ്ത് കാണും. അത്രയും പറഞ്ഞുകൊണ്ട് ജാസ്മിൻ തന്റെ ഫോൺ എടുത്ത് അതിലുള്ള വീഡിയോ ഓപ്പൺ ആക്കി നോക്കുമ്പോൾ അതിന്റെ അകത്ത് വിശാൽ ഉറങ്ങുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അങ്ങനെ അതിലേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ ഗായത്രിയുടെ ആത്മാവ് വരുന്നതും വിശാലിന്റെ അടുത്ത് ഇരിക്കുന്നതും എല്ലാം തന്നെ ജാസ്മിൻ കാണുന്നു. ഈ കാഴ്ച കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ജാസ്മിൻ. അപ്പോൾ പാർവതി പറയുന്നത് ശരിയായിരുന്നല്ലേ? ഗായത്രിയുടെ ആത്മാവ് ശരിക്കും ഉണ്ട്. എന്താണെങ്കിലും ഇത് പ്രഭാവതി ആന്റിയെ ഉടൻ തന്നെ അറിയിക്കണം. അത്രയും പറഞ്ഞുകൊണ്ട് ജാസ്മിൻ തന്റെ ഫോൺ എടുത്തുകൊണ്ട് പ്രഭാവതിയുടെ അടുത്തേക്ക് പോവുകയാണ്. അതേസമയം പ്രഭാവതിയും പ്രതാപനും സൂപ്പ് കുടിക്കുകയായിരുന്നു. അങ്ങനെ ജാസ്മിൻ പ്രഭാവതിയുടെ മുറിയിലേക്ക് വരാനും ജാസ്മിന്റെ കൈതട്ടി ജാസ്മിന്റെ ഫോൺ നിലത്തേക്ക് വീഴുന്നു. എന്താ ജാസ്മിൻ, നോക്കിയും കണ്ടും വേണ്ടേ വരാൻ? പ്രഭാവതി ചോദിക്കുകയാണ്. എന്താ ജാസ്മിൻ, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് ഓടിക്കിതച്ച് വന്നതെന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ ജാസ്മിൻ പറയുകയാണ്, വീഡിയോ. ആരുടെ വീഡിയോ? അത് ഗായത്രി അമ്മയുടെ വീഡിയോ. ഇത് കേൾക്കുന്ന പ്രതാപൻ ചോദിക്കുകയാണ്, ഗായത്രി ദേവിയുടെ എന്ത് വീഡിയോ? പഴയത് വല്ലതുമാണോ? പഴയതൊന്നുമല്ല, ഇത് ഇന്നലെ രാത്രിത്തെ വീഡിയോയാണ്. ഇന്നലെ രാത്രി ഗായത്രി ദേവി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നെന്ന് ജാസ്മിൻ പറയുമ്പോൾ ഇത് കേട്ട് പുച്ഛത്തോടെ നിൽക്കുകയാണ് പ്രഭാവതിയും പ്രതാപനും. ഇന്നലെ രാത്രി ഗായത്രി ദേവി ഇവിടെ വന്നെന്നോ? നീ എന്തൊക്കെ ഈ പറയുന്നതെന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ ജാസ്മിൻ പറയുകയാണ്, അതെ, ഇന്നലെ അവർ വന്നിട്ടുണ്ടായിരുന്നു. വന്നത് മാത്രമല്ല, അവര് വിശാലിന്റെ അടുത്തേക്ക് ചെന്നിരിക്കുകയും വിശാലിന്റെ മുടിയിൽ തഴുകുകയും ചെയ്തു. എന്താ ജാസ്മിൻ നീ പറയുന്നത്? നീ എന്താ രാത്രി വല്ലോ ദുസ്വപ്നവും കണ്ടിരുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് പ്രതാപനും പ്രഭാവതിയും പൊട്ടിച്ചിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന ജാസ്മിൻ പറയുകയാണ്, എൻ്റെ കൈ തെളിവായിട്ടേ വീഡിയോ ഉണ്ട്, അത് കാണിക്കാനാ ഞാൻ വന്നതെന്ന് ജാസ്മിൻ പറയുമ്പോൾ പ്രതാപം പറയുകയാണ്, പിന്നെ ഗായത്രി വീഡിയോയിൽ വരാൻ പോവല്ലേ? ഒന്ന് പോ എൻ്റെ ജാസ്മിനെ. ഗായത്രി എന്നല്ല ഒരു പ്രേതവും ഫോട്ടോയിലും വീഡിയോയിലും ഒന്നും തന്നെ തെളിയില്ല. ഇത് കേൾക്കുന്ന ജാസ്മിൻ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് തെളിവ് കാണിച്ചു തരാലോ. അത്രയും പറഞ്ഞ് ജാസ്മിൻ തൻ്റെ ഫോൺ ഓണാക്കാൻ ശ്രമിക്കുമ്പോൾ പ്രഭാവതി പറയുകയാണ്, അല്ല നിനക്ക് ഈ വീഡിയോ എവിടെന്നാ കിട്ടിയത്? അത് പിന്നെ എന്ന് പറഞ്ഞ് താൻ രാത്രി വിശാലിന്റെ മുറിയിൽ കൊണ്ട് ഫോൺ വെച്ച കാര്യമെല്ലാം ജാസ്മിൻ അവരോട് തുറന്നു പറയുകയാണ്. എന്താണെങ്കിലും ഞാൻ ഉദ്ദേശിച്ച കാര്യമൊന്നും നടന്നില്ല. കാരണം ഞാൻ ആ പ്രേതത്തെ കണ്ടപ്പോൾ തന്നെ ബോധം കെട്ട് വീണു. എന്തെങ്കിലും പതിഞ്ഞോ എന്നറിയാൻ വേണ്ടിയാ ഞാൻ എൻ്റെ ഫോൺ എടുത്ത് നോക്കിയത്. അപ്പോഴാ ഗായത്രി അമ്മയെ കണ്ടത്. ഇത് കേൾക്കുന്ന പ്രഭാവതി പറയുകയാണ്, എന്തുകൊണ്ടും നിന്റെ പ്ലാൻ നല്ലതായിരുന്നു, പക്ഷേ വിജയിച്ചില്ലല്ലോ. അത്രയും പറഞ്ഞ് ജാസ്മിൻ തൻ്റെ ഫോൺ ഓണാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഫോൺ ഓണാകുന്നില്ല. ഇത് എന്തുപറ്റി? താഴെ വീണപ്പോൾ എന്തോ പറ്റിയെന്നാ തോന്നുന്നതെന്ന് ജാസ്മിൻ പറയുന്നു. ഇനി ഞാൻ നിങ്ങളെ എങ്ങനെയാ വിഷ്വൽസ് കാണിക്കും? പാർവതി ഗായത്രിയമ്മയെ കാണാറുണ്ടെന്ന് പറയുന്നത് സത്യം തന്നെയാ. തുടർന്ന് പ്രഭാവതി പറയുകയാണ്, ഈ ഫോണിൽ നിന്നും ആ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം, നീ ഇപ്പോൾ പോകാൻ നോക്ക്. തുടർന്ന് ജാസ്മിൻ അവിടെ നിന്ന് പോയതിനു ശേഷം പ്രതാപം പറയുകയാണ്, ചേച്ചി, അവൾ പറഞ്ഞതിൽ എന്തോ കാര്യമുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. അവളങ്ങനെ കള്ളമൊന്നും പറയാൻ ചാൻസ് ഇല്ല. ഗായത്രി വീഡിയോയിലുള്ളത് കൊണ്ട് തന്നെയാകാം അവള് വീഡിയോ കാണിക്കാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യാനാ? ഇത് കേൾക്കുന്ന പ്രഭാവതി ടെൻഷനോടെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് വിശാലിനെയാണ്. ഗായത്രിയുടെ ഫോട്ടോ നോക്കി ഗായത്രിയെ താൻ എന്തുമാത്രം മിസ് ചെയ്യുന്നുണ്ടെന്ന് പറയുകയാണ് വിശാൽ. അതേസമയം പാറു ആ മുറിയിലേക്ക് വരുന്നു.
പാറു ചോദിക്കുകയാണ്, എന്താ അമ്മയുടെ മകനൊരു പരിഭവം പറച്ചില്? അത് പിന്നെ അമ്മ എന്നെ കാണാൻ വരുന്നില്ലല്ലോ, അത് ഞാൻ പറയുകയായിരുന്നു. പിന്നെ പാർവതി, മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. അമ്മ എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നതും താരാട്ട് പാട്ട് പാടുന്നതും ഒക്കെ തന്നെ. ഇത് കേൾക്കുന്ന പാറു മനസ്സിൽ പറയുകയാണ്, വിശാൽ സാർ, അത് സ്വപ്നമല്ല, യാഥാർത്ഥ്യമായിരുന്നു. തുടർന്ന് പാറു വിശാലിനോട് പറയുകയാണ്, വിശാൽ സാറ് അമ്മയെക്കുറിച്ച് ഓർത്ത് കിടന്നതുകൊണ്ടാകാം അങ്ങനെയൊക്കെ കണ്ടത്. ഞാൻ എൻ്റെ അമ്മയെ ഓർക്കാത്ത ദിവസങ്ങളില്ല പാർവതി എന്ന് വിശാല് സങ്കടത്തോടെ പാറുവിനോട് പറയുമ്പോൾ പാറുവും വിഷമത്തോടെ വിശാലിനെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.